Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡുള്ളത് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ 2 മാർക്സിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ സജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരെണ്ണമാണ് അനലറ്റിക്കൽ എത്തിക്സ് എന്താണ്. എത്തിക്സിലെ പലതരത്തിലുണ്ട്. അതിൽ അനലറ്റിക്കൽ എത്തിക്സ് അതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നോമാറ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. അതിൽ ഇപ്രാവശ്യം അനലറ്റിക്കൽ എത്തിക്സ് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ബാക്കിയുള്ളത് നോക്കി വെക്കാം, ഞാൻ നോമാറ്റീവും കൂടി വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് നോക്കി വെച്ചോളൂ. ബിസിനസ് എത്തിക്സ് എന്താണ്, ബേസ് അല്ലേ. ദെൻ നെക്സ്റ്റ് ട്രസ്റ്റിഷിപ്പ് എന്താണ്, ട്രസ്റ്റിഷിപ്പ് എന്താണ്. അതുപോലെ തന്നെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താണ്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, വീണ്ടും വരാം. കോഡ് ഓഫ് എത്തിക്സ് എന്താണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. പല ആക്ടുകളുണ്ട് കേട്ടോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ മെൻഷൻ ചെയ്യണമെന്ന് മാത്രം. 4 എണ്ണം ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് കോർപ്പറേറ്റ് സ്കാൻഡൽസ് എന്താണ്, കോർപ്പറേറ്റ് സ്കാൻഡൽസ് എന്താണ്. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്, ഈസി. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഓർഗനൈസേഷണൽ സക്സസിൻ്റെ കൺസെപ്റ്റ്, ഓർഗനൈസേഷണൽ സക്സസിൻ്റെ കൺസെപ്റ്റ്. ഓർഗനൈസേഷണൽ സക്സസ് എന്താണ് നോക്കിക്കോളൂ, 2 മാർക്കിന് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ക്ലോസ് 49 എന്താണ്, റിപ്പീറ്റ് അല്ല, നോക്കി വെച്ചോളൂ കേട്ടോ. ക്ലോസ് 49ൻ്റെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ വിസിൽ ബ്ലോയിങ് എന്താണ്, വിസിൽ ബ്ലോയിങ് എന്താണ്. ദെൻ നെക്സ്റ്റ് CSR എന്താണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ട്, അത് നോക്കി വെച്ചോളൂ. ദെൻ ഇതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് ഒരു ചോദ്യം നോളേജ് വർക്കേഴ്സ് ആരാണ്, നോളേജ് വർക്കേഴ്സ് ആരാണ്. നോളേജ് മാനേജ്മെൻറ്റും നോക്കണം, നോളേജ് മാനേജ്മെൻറ്റും നോക്കി വയ്ക്കുക. ദെൻ കോർപ്പറേറ്റ് എക്സലൻസ് മറ്റൊരു ചോദ്യം, കോർപ്പറേറ്റ് എക്സലൻസ് ഇപ്രാവശ്യം ചിലപ്പോഴുണ്ടാവുള്ളൂ. പിന്നെ ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം കൂടി നോക്കി വയ്ക്കാം, കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് കേട്ടോ. കോർപ്പറേറ്റ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, സോഷ്യൽ റിപ്പോർട്ടിംഗ് ഉറപ്പൊന്നുമില്ല. ആദ്യത്തെ ചോദ്യങ്ങളാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എത്തിക്സിലെ പലതരത്തിലുള്ള അതിൽ ഏതെങ്കിലും ഒരെണ്ണം, തിയറീസിൽ അനലറ്റിക്കിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. പിന്നെ ബിസിനസ് എത്തിക്സ്, ട്രസ്റ്റിഷിപ്പ്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്താണ്, കോഡ് ഓഫ് എത്തിക്സ്, പല ആക്ടിൽ ഏതെങ്കിലും ഒരെണ്ണം, കോർപ്പറേറ്റ് സ്കാൻഡൽസ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ സക്സസ്, വിസിൽ ബ്ലോയിങ്, CSR, നോളേജ് വർക്കേഴ്സ്, നോളേജ് മാനേജ്മെൻറ്റ്, ദെൻ കോർപ്പറേറ്റ് എക്സലൻസ്, കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് ലാസ്റ്റ് പറഞ്ഞ് ചിലപ്പോഴാണ് വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ബേസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്, സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും പഠിച്ചു വെച്ചോ, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ബേസ് ആണല്ലോ ഗവേണൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 8 ചോദ്യങ്ങളാണ്, ഇതിൽ നിന്ന് 5 എണ്ണം എന്തെങ്കിലും കിട്ടിയിരിക്കും കേട്ടോ.
സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.